നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് +2 +1 തുല്യത പഠിതാക്കൾക്ക് വേണ്ടി അവരുടെ എക്സാം ഈ വർഷത്തെ 2025 വർഷത്തെ എക്സാം എന്നാണ് നടക്കാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള കാര്യമാണ്. അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ വ്യക്തമായിട്ടുള്ള അറിവ് ലഭിച്ചിട്ടുണ്ടായിരിക്കാം, പല സോഴ്സസിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ പലപ്പോഴും ഇത് എന്നോട് തന്നെ അന്വേഷിച്ചിട്ടുണ്ട്, എന്നാണ് ഈ വർഷത്തെ എക്സാം നടക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ നമ്മൾ അന്വേഷിച്ച ഒരു രീതി അനുസരിച്ച് നമുക്ക് അനൗദ്യോഗികമായിട്ട് ലഭിച്ചതാണ് ഈ വർഷം ഏതായാലും മെയ് മാസത്തിൽ എക്സാം ഉണ്ടാവില്ല, അതായത് നെക്സ്റ്റ് മന്ത് ആണ്. അപ്പോൾ എന്തായാലും അതിൽ എക്സാം ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അപ്പോൾ അതിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ എക്സാം എന്നായിരിക്കും എന്നതാണ്, അതായത് മിക്കവാറും ജൂലൈയിൽ എക്സാം നടക്കാനാണ് സാധ്യത. ജൂലൈ 2025 എക്സാം നടക്കാനാണ് സാധ്യത. ഓക്കെ, അപ്പോൾ അത് ഒരു മോസ്റ്റ് പ്രോബബിലിറ്റി ആണ്, അതായത് ഏറ്റവും കൂടുതൽ സാധ്യത ജൂലൈ മാസത്തിൽ തന്നെയാണ്. പിന്നീട് അങ്ങോട്ട് തുടർന്ന് പോവാൻ സാധ്യത കുറവാണ്. പിന്നെ നമുക്ക് സ്കൂളിന്റെ അവൈലബിലിറ്റിയും സ്കൂളിലെ ടീച്ചേഴ്സിന്റെ അവൈലബിലിറ്റിയും ഒക്കെ നോക്കിയിട്ട് വേണം ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പൊ കഴിഞ്ഞ വർഷം നമുക്കറിയാം 2024 എക്സാം നടന്നത് ജൂലൈ മാസം തന്നെ ആയിരുന്നു. 2 വീക്കുകളിലായിട്ടാണ് എക്സാം നടന്നത്, അതായത് ഒരാഴ്ചയിലെ 3 ദിവസം, അതുപോലെ തന്നെ നെക്സ്റ്റ് വീക്കിലെ 3 ദിവസം, അങ്ങനെ 6 എക്സാമുകൾ നമുക്ക് 2 ആഴ്ച വെച്ചിട്ടാണ് നടത്തിയിരുന്നത്, അല്ലെ? അപ്പോൾ നേരെ മറിച്ച് പിന്നെ നമുക്ക് ഒഴിവുള്ള ദിവസങ്ങളിലായിരുന്നെങ്കിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ നമ്മൾ സാധാരണ നമ്മളുടെ ഈ കൊറോണ ഒക്കെ വരുന്നതിന് മുമ്പ് വരെയൊക്കെ നമുക്ക് എക്സാം നടന്നിരുന്നത് ഡിസംബർ മാസങ്ങളിലാണ്. അപ്പോൾ ഡിസംബറിൽ പിന്നെ നമ്മുടെ ക്രിസ്മസ് വെക്കേഷൻ ഒക്കെ കണക്കാക്കിക്കൊണ്ട് അപ്പോൾ സ്കൂൾ അവധിയായിരിക്കും, അതുപോലെ തന്നെ ടീച്ചേഴ്സ് എല്ലാം അവൈലബിൾ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളൊരു സാഹചര്യം നോക്കിയിട്ടാണ് ചെയ്തിരുന്നത്. പിന്നീട് നമുക്ക് ഈ കൊറോണ ഒക്കെ വന്നതിന്റെ സാഹചര്യത്തിൽ ഇതാകെ താളം തെറ്റുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ കരുതിയിരിക്കുക. പിന്നെ ഈ പറഞ്ഞ ജൂലൈ മാസത്തിൽ മിക്കവാറും എനിക്ക് തോന്നുന്നത് പകുതി വെച്ചിട്ടൊക്കെ എക്സാം നടക്കാൻ സാധ്യതയുണ്ട്. അതായത് സെക്കൻഡ് വീക്കിലാകാം, 11, 12, 13, അതായത് വെള്ളി, ശനി, ഞായർ അങ്ങനെ ആകാം. അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നെക്സ്റ്റ് വീക്കിലേക്ക് 18, 19, 20 അങ്ങനെയുള്ള ഒരു ഡേറ്റ് ഒക്കെ തിരഞ്ഞെടുക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ അപ്പോൾ നമുക്ക് 3 ദിവസം വെച്ച് അങ്ങനെ ഒരാഴ്ച 2 നമുക്ക് അപ്പോൾ പഠിക്കാൻ അത്യാവശ്യം ഗ്യാപ്പ് കിട്ടും. അതായത് വർക്കിംഗ് ഡേയ്സിലൊക്കെ നമുക്ക് പിന്നെ തിങ്കൾ മുതൽ വ്യാഴം വരെ പഠിക്കാനുള്ള സമയമൊക്കെ നമുക്ക് കിട്ടും. ഓക്കെ, അങ്ങനെ ഒരു ലാഭം നമുക്ക് അവിടെ ഉണ്ട്. പക്ഷെ പണ്ടത്തെ രീതിയിൽ അങ്ങനെയല്ലായിരുന്നു. 6 എക്സാം അടുപ്പിച്ച് അങ്ങനെ നടക്കുകയായിരുന്നു, ഒരാഴ്ച മൊത്തമായിട്ട് എക്സാം നടക്കുകയായിരുന്നു. അപ്പോൾ അത് വലിയ റിസ്ക് ആണ്. പിന്നെ ഇവിടെ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ +1 തോറ്റവരും +1 പരീക്ഷ എഴുതാത്തവരുമായിട്ടുള്ള +2കാര്, +1 തോറ്റവരും +2 പരീക്ഷ എഴുതാത്തവരും ആയിട്ടുള്ള, അതായത് അപേക്ഷ കൊടുത്തിട്ടും എഴുതാത്തവരായിട്ടുള്ള, പിന്നെ മാർക്ക് കുറഞ്ഞവരും, +1 ഏതെങ്കിലും വിഷയത്തിലൊക്കെ മാർക്ക് കുറഞ്ഞവർ, അപ്പൊ ഇവരൊക്കെ ഇനിയിപ്പോ ഈ ഇംപ്രൂവ്മെന്റ് എക്സാം എപ്പോഴാണ് എഴുതേണ്ടി വരിക എന്നതിനെ സംബന്ധിച്ചൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ പരീക്ഷ എഴുതേണ്ടത് ശരിക്കും, അതായത് നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ ആ ഒരു മാനുവൽ പ്രകാരമാണെങ്കിൽ, എക്സാം മാനുവൽ പ്രകാരമാണെങ്കിൽ പിന്നെ +1 എക്സാം വരുമ്പോൾ +1 എഴുതണം, +2 എക്സാമിൻ്റെ അന്ന് +2 എഴുതണം. പക്ഷെ അപ്പോൾ ഈ ടൈം ടേബിൾ ക്രമീകരിക്കുന്നിടത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുണ്ടാകും, അല്ലാതെ പിന്നെ നിങ്ങൾക്ക് വേറൊരു ചാൻസ് അവിടെ കാണുന്നില്ല. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് +1 ഇംപ്രൂവ്മെന്റ് എഴുതാൻ വേണ്ടിയിട്ട് മുൻപേ ഒരു അവസരം തരേണ്ടതായിരുന്നു. ഓക്കെ, അപ്പോൾ സാധാരണ സ്കൂളിലെ കുട്ടികൾക്ക് ഇപ്പോൾ ഈ കഴിഞ്ഞ എക്സാമിൽ +1 എക്സാമും +2 എക്സാമും മാർച്ചിലാണ് നടന്നത്. അതായത് ഇംപ്രൂവ്മെന്റ് എഴുതുന്നവരും മാർച്ചിൽ പോയിട്ട് എഴുതണം എന്നുള്ളത് തന്നെയായിരുന്നു നിയമം. ആ രീതിയിൽ നടന്നിട്ടുണ്ട്. അതിനനുസരിച്ച് ടൈം ടേബിൾ ക്രമീകരിച്ച് 1 മാസം നിലനിന്ന എക്സാമാണ് +1, +2 ഇപ്പോൾ സ്കൂളിലെ കുട്ടികൾക്ക് കഴിഞ്ഞത്. പക്ഷെ അങ്ങനെ ഒരു വലിയ രീതിയിൽ കൂടുതൽ ഡേറ്റ് ഒക്കെ വെച്ചുകൊണ്ട് നിങ്ങളുടെ എക്സാം നടത്താൻ സാധിക്കുമോ എന്നതിൽ ആശങ്കയുണ്ട്. കാരണം സ്കൂളിന്റെ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു സമയവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്, മാത്രമല്ല സ്കൂള് ആണെങ്കിൽ കൂടുതലും ബിസി ആകുന്ന ഒരു സമയം കൂടെയാണ്. അതായത് ജൂണിൽ അഡ്മിഷൻ നടക്കുന്നു, അതിനുശേഷം സ്കൂള് ആരംഭിക്കുകയും സ്കൂളിൻ്റെതായിട്ടുള്ള കുറച്ച് തിരക്കുകൾ വരുന്നൊരു സമയം കൂടെയാണ് ഈ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും മെയ് മാസത്തിൽ എക്സാം ഇനി ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ ഫീസ് അടയ്ക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചും പിന്നെ എക്സാമിൻ്റെ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ അറിയിപ്പ് വരേണ്ടതാണ്. അപ്പോൾ അതൊന്നും ഇതുവരെ വന്നിട്ടില്ല.
ഇനി അത് ഈ മെയ് മാസത്തിലേക്ക് കൊണ്ടുവരുന്നുള്ളത് സാധ്യത കുറവ് തന്നെയാണ്. അപ്പൊ നമുക്ക് അനൗദ്യോഗികമായിട്ട് അറിയാൻ സാധിച്ചതെന്ന് പറഞ്ഞാൽ ഔദ്യോഗിക തലങ്ങളിൽ നിന്ന് തന്നെയാണ് അനൗദ്യോഗികമായിട്ട് അറിയുന്നത്. അതായത് നമുക്ക് ഈ സർക്കുലർ പ്രകാരമുള്ള ഒരു അറിയിപ്പ് ലഭിച്ചില്ല എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവരും കരുതിയിരിക്കുക, നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ കോപ്പി അടി മറ്റു കാര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. കാരണം വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് എക്സാം നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും പഠിച്ചിട്ട് തന്നെ എക്സാം എഴുതാൻ നോക്കുക. വെറുതെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്ന രീതിയിൽ അങ്ങനെ ഒരു മെനക്കെടാതെ നമുക്കൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ സാധിക്കില്ല. ഇത് വെറും സർട്ടിഫിക്കറ്റ് അല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ ഒരുപാട് ആളുകൾക്ക് അവരുടെ ഭാവി ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന രീതിയിൽ അതിനു വേണ്ടിയിട്ട് നമ്മൾ അധ്വാനിക്കുന്നവരാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ മെനക്കെടുക. ഓക്കെ, സ്റ്റഡി നോട്ടുകൾ ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വാട്സപ്പ് നമ്പർ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ചാനലിന്റെ ഓരോ വീഡിയോസിന്റെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് പിന്നെ എൻക്വയറി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. തീർച്ചയായിട്ടും എല്ലാ വിഷയങ്ങളുടെയും പുസ്തകങ്ങൾ അവൈലബിൾ ആണ്. പുസ്തകം എന്ന് പറയുമ്പോൾ സ്റ്റഡി നോട്ടാണ്, പ്രിന്റഡ് നോട്ടാണ് കേട്ടോ. വലിയ ഗൈഡാണെന്ന് വിചാരിച്ചത് വലിയ സംഭവമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ അതിനുള്ളിലുള്ള മെറ്റീരിയൽ, ആ മെറ്റീരിയലിന്റെ ഉള്ളിലുള്ള ഓരോ കാര്യങ്ങളും വലിയ സംഭവം തന്നെയാണ്. അത് ഇതുവരെ ഉപയോഗിച്ച ആളുകൾക്ക് അറിയാം. ഗൈഡ് എന്ന് പറയുമ്പോൾ ഓവർ എക്സ്പെക്ടേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് നിങ്ങൾക്ക് അതിനുള്ളിലുള്ള വാക്കുകൾ അല്ലെങ്കിൽ അതിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ 100% ഉപകാരമുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ പിന്നെ കളർ പേജൊക്കെ വെച്ചിട്ട് ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടൊക്കെയാണ് നമുക്ക് ഈ ബുക്ക് ഇറക്കണം എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ തരുന്ന വിലക്കൊന്നും നിങ്ങൾക്കത് വാങ്ങാൻ കഴിയില്ല. മനസ്സിലാവുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അതും കൂടെ മനസ്സിലാക്കുക. നിങ്ങൾക്കിത് വൺ ടൈം നിങ്ങൾ യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് മാത്രം നിങ്ങൾ നോക്കുക. അതിന് നിങ്ങൾ തരുന്ന ആ ഒരു പണത്തിന് അത് ഉപകാരപ്പെടുന്നുണ്ടോ എന്ന് നോക്കുക. അതിനനുസരിച്ചൊക്കെ വാങ്ങുക. ആരെയും നിർബന്ധിച്ചിട്ട് ഞാൻ ആരെയും ഇതിലേക്ക് കൊണ്ടുവരുന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ ചാനലിലെ ഓരോ വീഡിയോസും നിങ്ങൾ എടുത്ത് കാണുക, മുഴുവനായിട്ടും കാണുക. ഇനി അങ്ങനെ നിങ്ങൾക്ക് നോട്ട് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അതും ആവാം. അതോടൊപ്പം തന്നെ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, നമ്മൾ ലൈവ് ക്ലാസ്സുകൾ, പെയ്ഡ് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്, പേയ്മെന്റ് ക്ലാസ്സുകൾ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളൊക്കെ ഞാൻ ചാനലിൽ കൊടുക്കാം. അപ്പൊ അത് നിങ്ങൾക്ക് നേരിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലില് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ അതിനടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കണം. എപ്പോഴേ നമുക്ക് ഓരോ കാര്യങ്ങളും നമ്മൾ ചാനലിൽ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യം പറഞ്ഞാൽ അത് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അതിനടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കുകയും വേണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പൊ എക്സാമിന്റെ കാര്യം മറക്കരുത്. ഓക്കെ, വിദേശത്തും സ്വദേശത്തൊക്കെ ഉള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എക്സാം ജൂലൈയിൽ തന്നെ സാധ്യത വളരെ കൂടുതലാണ്. 99.99% സാധ്യത ഉള്ളതാണ്. ഓക്കെ, ഇപ്പോ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ പ്രസന്റ് ഒക്കെ നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പല തവണ. ഓക്കെ, അപ്പോൾ അതായത് ക്ലാസ് അറ്റൻഡ് ചെയ്യൽ മസ്റ്റ് ആണ്. ക്ലാസ് അറ്റൻഡ് ചെയ്യാത്ത, അതായത് കറക്റ്റ് ആയിട്ട് ടീച്ചേഴ്സ് പ്രസന്റ് നോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അവർ കൊടുക്കുന്ന ആ ഒരു അറ്റൻഡൻസ് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റൂല എന്നുള്ളതൊക്കെ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇവിടെ ഒരു തരത്തിലുള്ള ഇൻഫ്ലുവൻസും സാധ്യമല്ല എന്നുകൂടെ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഗൗരവത്തിലെടുക്കുക, അതാണ് പറയാനുള്ളത്. ഓക്കെ, ഇതൊന്നും വെറുതെ കിട്ടുന്ന കാര്യങ്ങളല്ല എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.